ഇന്നത്തെ ദിവസം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിലെ ഒരു പ്രധാനപ്പെട്ട ഭക്തനായ ശ്രീ വക്രേശ്വര പണ്ഡിറ്റിൻ്റെ ആവിർഭാവ ദിവസമാണ്. ത്രിവേണിക്കടുത്തുള്ള ഗുപ്തിപാര എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം അവതരിച്ചത്. ചൈതന്യ മഹാപ്രഭു നവദ്വീപിൽ ഉണ്ടായിരുന്നപ്പോഴും സന്യാസം സ്വീകരിച്ചതിനു ശേഷം പുരിയിൽ വസിച്ച സമയത്തും വക്രേശ്വർ പണ്ഡിറ്റ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ശ്രീ വക്രേശ്വർ പണ്ഡിറ്റ് നൃത്തത്തിലും സംഗീതത്തിലും വളരെ പ്രാവീണ്യമുള്ള വ്യക്തിയായിരുന്നു. തുടർച്ചയായി 72 മണിക്കൂർ നൃത്തം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. നവദ്വീപിൽ ചൈതന്യ മഹാപ്രഭു സങ്കീർത്തനം ആരംഭിച്ച സമയത്ത് അദ്ദേഹമായിരുന്നു ആ സഭയിലെ പ്രധാന നർത്തകനും ഗായകനും. ശ്രീ വക്രേശ്വർ പണ്ഡിറ്റിൻ്റെ കാരുണ്യത്താലാണ് ദേവാനന്ദ പണ്ഡിറ്റിന് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കോപത്തിൽ നിന്നും മോചനം ലഭിച്ചത്. ദേവാനന്ദ പണ്ഡിറ്റ് ഒരു പ്രമുഖനായ ഭാഗവത പണ്ഡിതനും പ്രഭാഷകനും ആയിരുന്നു. ഒരിക്കൽ പരമഭക്തനായ ശ്രീവാസ് പണ്ഡിറ്റ് ദേവാനന്ദ പണ്ഡിറ്റിൻ്റെ പ്രഭാഷണം കേൾക്കാനായി വന്നു. ഭാഗവതം കേട്ട് മതിമറന്ന് അദ്ദേഹത്തിന് ഭക്തിഭാവങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. അദ്ദേഹം കരയാൻ തുടങ്ങി. ഇത് മറ്റു ശ്രോതാക്കൾക്കൊരു തടസ്സമാകുമെന്ന് കരുതി ദേവാനന്ദ പണ്ഡിറ്റിൻ്റെ അജ്ഞരായ കുറച്ച് ശിഷ്യർ ശ്രീവാസ് പണ്ഡിറ്റിനെ അവിടെ നിന്നും പുറത്താക്കി. പക്ഷേ ഇത് കണ്ടിട്ടും ദേവാനന്ദ പണ്ഡിറ്റ് ശിഷ്യരെ തടഞ്ഞില്ല. ഭക്തനുണ്ടായ ഈ അപമാനത്തെക്കുറിച്ചറിഞ്ഞ ചൈതന്യ മഹാപ്രഭു കുപിതനാകുകയും ശിഷ്യരോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന നിർദ്ദേശം നൽകുകയും ചെയ്തു. മഹാപ്രഭു പറഞ്ഞു, 2 വിധത്തിലുള്ള ഭാഗവതമുണ്ട്. ഗ്രന്ഥഭാഗവതവും ഭക്തഭാഗവതവും. അതായത് ശ്രീമദ് ഭാഗവതവും ആ ഭാഗവതം അനുസരിച്ച് ജീവിക്കുന്ന ഭക്തനും. ഗ്രന്ഥഭാഗവതം വായിക്കുകയും ഭക്തരെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും ഭഗവാൻ കൃഷ്ണൻ്റെ കാരുണ്യം ലഭിക്കില്ല. ഭക്തരുടെ സേവനം ചെയ്യുന്നതിലൂടെ മാത്രമേ ഭഗവാന്റെ കാരുണ്യം ലഭിക്കുകയുള്ളൂ. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഗംഗാതീരത്തിനടുത്തുള്ള കുലിയ എന്ന ഗ്രാമത്തിൽ ഒരു ഭക്തൻ്റെ വീട്ടിൽ വക്രേശ്വർ പണ്ഡിറ്റ് സങ്കീർത്തനം ചെയ്യാനായി എത്തി. ഇതറിഞ്ഞ ദേവാനന്ദ പണ്ഡിറ്റും അവിടെ എത്തി. അവിടെ കൂടിയിരിക്കുന്ന ജനക്കൂട്ടം വക്രേശ്വർ പണ്ഡിറ്റിൻ്റെ നൃത്തത്തിന് ഒരു തടസ്സമാകാതിരിക്കാനായി ദേവാനന്ദ പണ്ഡിറ്റ് അവരെ എല്ലാവരെയും ക്രമീകരിച്ച് നിർത്തി. അങ്ങനെ 6 മണിക്കൂറോളം വക്രേശ്വർ പണ്ഡിറ്റ് നൃത്തം ചെയ്തു. നൃത്തം പൂർത്തിയാക്കിയതിനു ശേഷം ദേവാനന്ദ പണ്ഡിറ്റ് വക്രേശ്വര പണ്ഡിറ്റിനെ നമസ്കരിച്ചു. സേവനത്തിൽ സന്തുഷ്ടനായ വക്രേശ്വർ പണ്ഡിറ്റ് കൃഷ്ണഭക്തി ജാഗ്രതമാകട്ടെ എന്ന് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു അമ്മയെയും ഗംഗാമാതാവിനെയും കാണാനായി നദിയിൽ എത്തിയപ്പോൾ കുലിയയിലും വന്നു. അവിടെ ദേവാനന്ദ പണ്ഡിറ്റിനെ ചെന്ന് അനുഗ്രഹിച്ചു. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നീ വക്രേശ്വരൻ്റെ സേവനം ചെയ്തതുകൊണ്ടാണ് ഞാൻ നിന്നെ ശ്രദ്ധിച്ചത്. വക്രേശ്വരൻ്റെ ഉള്ളിൽ നിറയെ ഭഗവാന്റെ ആധ്യാത്മിക ഊർജം നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തെ ആരാണോ ആശ്രയിക്കുന്നത് അവർക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ തൃപ്പാദം ലഭിക്കും. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഭഗവാന്റെ വാസസ്ഥലമാണ്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ നൃത്തം ചെയ്യുമ്പോൾ വക്രേശ്വരനും നൃത്തം ചെയ്യും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലാ തീർത്ഥസ്ഥലങ്ങളുടെയും ആകെത്തുകയാണ്. ആ സ്ഥലം വൈകുണ്ഠത്തെ പോലെ ശ്രേഷ്ഠമാണ്. ഇതിൽ നിന്നും നമുക്ക് ശ്രീ വക്രേശ്വര പണ്ഡിറ്റിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ കൃഷ്ണൻ്റെ നിത്യലീലയിലെ തുംഗവിദ്യാ സഖിയാണ് വക്രേശ്വര പണ്ഡിറ്റായി അവതരിച്ചത്. ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ വക്രേശ്വര പണ്ഡിറ്റിനോട് പ്രാർത്ഥിക്കാം, ഭക്തരുടെയും ഭഗവാന്റെയും സേവനം ചെയ്യാനുള്ള അവസരം നൽകണമേ എന്ന്. ഹരേ കൃഷ്ണ.